Hi everyone, welcome back to our new video. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് തിയറിയാണ് എന്താണ് ഓർഡേർഡ് പെയേഴ്സ്, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നതിനെ പറ്റിയിട്ട് അതിൻ്റെ റിസൾട്ടുകളൊക്കെ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് ഇതാണ്. If P is equal to 4, 3, 2 and Q is equal to 5 from the sets P cross Q and Q form the sets P cross Q and Q cross P are these products are equal. അപ്പോൾ നമ്മൾ ആദ്യം P ക്രോസ് Q കണ്ടുപിടിക്കണം. നമുക്കറിയാം P ക്രോസ് Q എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫസ്റ്റ് എലമെൻറ്റ് ഓർഡറുടെ പേഴ്സ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് എലമെൻറ്റ് ഫ്രം P ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് ഫ്രം Q. സോ 4, 5 Qയിലാകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് 3, 5 നെക്സ്റ്റ് 2, 5. സോ ഇതാണ് P ക്രോസ് Q. നെക്സ്റ്റ് Q ക്രോസ് P. Q ക്രോസ് P എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 5, 4 5, 3 5, 2. ഇതാണ് Q ക്രോസ് P. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഓർഡേർഡ് പെയർസ് 4, 5 5, 4 ഈക്വൽ ആണോ? ഇല്ല. 4, 5 ആൻഡ് ഓർഡേർഡ് പെയർ 4, 5 ഓർഡേർഡ് പെയർ 5, 4 എന്തല്ല, ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? P ക്രോസ് Q നോട്ട് ഈക്വൽ Q ക്രോസ് P. P ക്രോസ് Q നോട്ട് ഈക്വൽ എന്താണ്? Q ക്രോസ് P ആണ്. ഇതെന്തല്ല, ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ P ക്രോസ് Qയും Q ക്രോസ് Pയും കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് ഓൾറെഡി അറിയാം ഇഫ് എ ബി ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഇങ്ങനെ വന്ന് എ ബി തന്നെ വന്നാൽ നമുക്ക് എന്താണ്, രണ്ട് എലമെൻറ്റ്, അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഇവിടുത്തെയും ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഓർഡേർഡ് പെയർസ് എന്താവുള്ളൂ? ഈക്വൽ ആവുള്ളൂ. അല്ലാത്ത കേസിൽ അതെന്തല്ല, ഈക്വൽ അല്ല. സോ P ക്രോസ് Q നോട്ട് ഈക്വൽ ടു എന്താണ്? Q ക്രോസ് P ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 1 ഫൈൻഡ് എ ക്രോസ്. എ ക്രോസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്നുള്ള എയിലേക്ക് തന്നെ. അപ്പോൾ എ ക്രോസ് എ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ -1 -1 -1 1 നെക്സ്റ്റ് 1 -1 1 1 1 1. ഓക്കെ, -1 -1 -1 -1 1 1 -1 1 1 1. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ആദ്യം -1 എടുക്കുക, അത് -1നോട് തന്നെ, പിന്നെ -1ഉം 1ഉം. ഇനി നെക്സ്റ്റ് 1 എടുക്കുക, ആ 1 -1നോട്, പിന്നെ 1 1നോട്. ഇതാണ് എ ക്രോസ് എ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 1 3 1 5 2 3 2 5 3 3 3 5 ഫൈൻഡ് എ ആൻഡ് ബി. എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എ എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഓർഡർഡ് പെയർസ് ഓഫ് എ ക്രോസ് ബി ആണ്. സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്സ് in the ordered pairs of A cross B. അപ്പോൾ നമുക്ക് A cross B തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഏതൊക്കെയാണ്? 1 2 3. സോ എ എന്താണ്? 1 2 3 ആണ്. എ എന്ന് പറയുന്നത് 1 2 3 ആണ്. ബി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത്? സെറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ്സ്. ബി എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ ദി ഓർഡേർഡ് പെയർസ് ഓഫ് എ ക്രോസ് ബി. ഓർഡേർഡ് പെയർസ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എന്ത് വരും? സെക്കൻഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 3 5. സെക്കൻഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3ഉം 5ഉം. സോ ബി എന്ന് പറയുന്നത് 3 5 ആണ്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എ ക്രോസ് എ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ എ ക്രോസ് എ. അപ്പോൾ എയുടെ സെറ്റ് നമുക്കറിയാം 1 2 3 ആണ്. സോ 1 1 1 2 1 3 നെക്സ്റ്റ് 2 1 2 2 2 3 നെക്സ്റ്റ് 3 1 3 2 3 3. സോ ഇതാണ് 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. അതാണ് എ ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ദ ഓർഡർഡ് പെയർസ് ഓഫ് എ ക്രോസ് ബി ആണ്. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ ദ ഓർഡർഡ് പെയർസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് എ സെറ്റ് എ ഹാസ് 3 elements ആൻഡ് സെറ്റ് ബി ഹാസ് 3 4 5 ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എയിൽ നമ്പർ ഓഫ് എൻ ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട്. എൻ ഓഫ് എ എന്താണ്? 3 ആണ്. എൻ ഓഫ് ബി എത്രയാണ്? എത്ര എലമെൻറ്റ്സ് ഉണ്ട് എൻ ഓഫ് ബിയിലും 3 elements ഉണ്ട്. നമുക്ക്
കണ്ടുപിടിക്കുന്നത് n ഓഫ് എന്താണ് a ക്രോസ് b ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു n ഓഫ് a ക്രോസ് b എന്ന് പറഞ്ഞാൽ എന്താണ് n ഓഫ് a ഇൻറ്റു n ഓഫ് b ആണ്. ഓക്കെ, n ഓഫ് a ഇൻറ്റു n ഓഫ് b എന്ന് പറയുമ്പോഴത്തേക്കും 3 ഇൻറ്റു 3 വരും. 3 ഇൻറ്റു 3 എന്താണ് 9 ആണ്. n ഓഫ് a ക്രോസ് b എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത് 9 ആണ് വരുന്നത്. ഓക്കെ, n ഓഫ് a ഈസ് ഇക്വൽ ടു 3 ആണ്, n ഓഫ് b ഈസ് ഇക്വൽ ടു 3 ആണ്. സോ n ഓഫ് a ക്രോസ് b ഈസ് ഇക്വൽ ടു n ഓഫ് a ഇൻറ്റു n ഓഫ് b, ദാറ്റ്സ് ഇക്വൽ ടു 3 ഇൻറ്റു 3 ഈസ് ഇക്വൽ ടു 9. Next question, if A and B, if A and if A and B be two sets such that n of A is equal to 3, n of B is equal to 2, and if x1, y2, z1 are in A cross B. അപ്പോൾ A cross B നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. A cross B എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് x1, y2, z1, ഇതാണ് A ക്രോസ് ബി. ഇനി n ഓഫ് എ തന്നിട്ടുണ്ട്, n ഓഫ് എ 3 ആണ്, n ഓഫ് ബി എന്താണ് 2 ആണ്. ഫൈൻഡ് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി തന്നിട്ടുള്ളതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ഓർഡർഡ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഓർഡർഡ് പേഴ്സ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. സോ എക്സ് വൈ സെഡ്. ഇനി ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സെക്കൻഡ് എലമെൻ്റ് ആണ്. സോ 1 2, ബി ഈസ് ഇക്വൽ ടു 1 2. അപ്പോൾ നമുക്ക് എയും ബിയും നമുക്ക് കിട്ടി. സോ എ ആൻഡ് ബി വേർ എക്സ് വൈ സെഡ് ആർ ഡിസ്റ്റൻറ്റ് എലമെൻറ്റ്സ്. സോ എ ആൻഡ് ബി ഈസ് ഇക്വൽ ടു എന്താണ് എ ഈസ് ഇക്വൽ ടു എക്സ് വൈ സെഡും ബി ഈസ് ഇക്വൽ ടു 1 2 ആണ്. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഓർഡർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എപ്പോഴും എയിലെ എലമെൻറ്റും ആണ്, സെക്കൻഡ് എലമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും ബിയുടെ എലമെൻറ്റും ആയിരിക്കും. പിന്നെ ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട് n ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 1 2 3. n ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 1 2. സോ അവർ ആൻസർ ഇസ് കറക്റ്റ്. നെക്സ്റ്റ്, ലെറ്റ് a is equal to 1 2, b is equal to 1 2 3 4, c is equal to 5 6 and d is equal to 5 6 7 8. Verify that a cross b intersection c is equal to a cross b intersection a cross c ആണ്. സോ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ കേസിൽ ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കും. ബി ഇൻ്റർസെക്ഷൻ സി. ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് 1 2 3 4, 4 എലമെൻറ്റ്സ് ഉണ്ട്. സിയിൽ 5 6. ബിക്കും സിക്കും കോമൺ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. സോ ദർ ഈസ് നോ കോമൺ എലമെൻറ്റ്സ്. ദെൻ ബി ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഇനി എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്താ വരിക? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ത് തന്നെ ആയിരിക്കും? നൾ സെറ്റ് തന്നെ ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. കാരണം എന്ന് വെച്ചാൽ എ ക്രോസ് ബി, കാരണം ബി ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റ് അല്ല. അപ്പോൾ എ ക്രോസ് എന്ത് വരും? നൾ സെറ്റ് വരും. എ ക്രോസ് 5 എന്ന് പറഞ്ഞത് എന്ത് തന്നെ ആയിരിക്കും? നൾ സെറ്റ് എന്ത് തന്നെ ആയിരിക്കും? നൾ സെറ്റ് തന്നെ ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി, എ ക്രോസ് ബി നമുക്ക് കാണാം. എ ക്രോസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 1 1 1 2 1 3 1 4. ആദ്യത്തത് 1 1 1 2 1 3 1 4. 1 1 1 2 1 3 1 4. ബി പിന്നെ 2 1 2 2 2 3 2 4. 2 2 1 2 2 2 3 2 4. അപ്പോൾ ഇത്രയാണ് എ ക്രോസ് ബിയിൽ വരുന്നത്. ഇനി എ ക്രോസ് സി കാണാം. എ ക്രോസ് സി, എ ക്രോസ് സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 1 5 1 6 2 5 2 6. ഓക്കെ, 1 5 1 6 2 5 2 6. സോ ഇതാണ് എ ക്രോസ് സി. 1 5 1 6 2 5 2 6. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. നമുക്ക് നോക്കാം കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി നോക്കാം. 1 1 1 2 1 3 ഏതെങ്കിലും ഉണ്ടോ? കോമൺ എലമെൻറ്റ്സ് ഉണ്ടോ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സിയിൽ? ഇല്ല, കോമൺ ഒന്നുമില്ല. അപ്പോൾ ദിസ് ഇസ് എന്താണ്? നൾ സെറ്റ് ആണ്. അപ്പോൾ നമുക്കിത് വെരിഫൈഡ് ആയില്ലേ? ദെൻ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. സോ ഇത് ഓക്കെ ആണ്. എ ക്രോസ് ബി ഇത് ഈക്വൽ ആണ്. സോ ഇത് വെരിഫൈഡ് ആയി. ഓക്കെ,
ഇനി നെക്സ്റ്റ് എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ക്രോസ് സി ഇസ് വെരിഫൈ ദാറ്റ് എ ക്രോസ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസ് സി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണെന്ന്. എ ക്രോസ് സി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ബി ക്രോസ് ഡി കാണണം. അപ്പോൾ 15 16 17 18 25 26 കുറച്ച് വലിയ ഇതാണ് വന്നത്. നമുക്ക് ബി ക്രോസ് ഡി കാണാം. ബി ക്രോസ് ഡി ഡി ഈസ് ഈക്വൽ ടു 15 16 17 18 25 26 27 28 35 36 37 38 45 46 47 48 ഇതാണ് ബി ക്രോസ് ഡി. ഇനി എ ക്രോസ് സി എന്തായിരുന്നു? എ ക്രോസ് സി 15 16 25 26. അപ്പോൾ 15 ഇവിടെ ഉണ്ട് അല്ലേ? 15 ഇവിടെ ഉണ്ട്, 16 ഇവിടെ ഉണ്ട്, പിന്നെന്താ 25 26. യെസ്, 25 26 ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാകും എ ക്രോസ് സി സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആണ്. ആൻഡ് ദിസ് ഈസ് വെരിഫൈഡ്. എ ക്രോസ് സി സബ്സെറ്റ്, കാരണം എ ക്രോസ് സിയിലുള്ള എല്ലാ എലമെൻറ്റും എവറി എലമെൻറ്റ് ഓഫ് എ ക്രോസ് സി കണ്ടെയ്ൻസ് ഇൻ ബി ക്രോസ് ഡി. സോ എ ക്രോസ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഇനി അവിടെ ഒരു തിയറിയും കൂടി, നമുക്കൊരു തിയറി പാർട്ടും കൂടി നമുക്കിവിടെ പഠിക്കാം. ആദ്യതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ത്രീ സെറ്റ്സ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 3 സെറ്റ്സ്. 3 സെറ്റ്. ഇപ്പം നമ്മൾ 2 സെറ്റിനെയാണല്ലോ പഠിച്ചത്. ഇനി 3 സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ക്രോസ് ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി such that A in A, B in B and C in C ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് നമ്മൾ മറ്റേത് ഓൾറെഡി പെയർ എന്നാണ് പറഞ്ഞത്. 2 എലമെൻറ്റ് വരുമ്പോൾ അതിനെന്ത് പറയും? ഓൾറെഡി പെയർ എന്ന് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് ട്രിപ്ലെറ്റ്. എന്താണ്? ട്രിപ്ലെറ്റ് ആണ്. ഓർഡേർഡ് ട്രിപ്ലെറ്റ്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് കുറച്ച് റിസൾട്ടുകളൊന്നും നോക്കി നോക്കാം. കുറച്ച് റിസൾട്ടുകളുണ്ട് പറയാനായിട്ട്. റിസൾട്ട് നോക്കാം. ആദ്യത്തെ റിസൾട്ട് ഇതാണ്. എ ക്രോസ് ബി യൂണിയൻ സി. എ ക്രോസ് ബി യൂണിയൻ സി എന്താണ്? എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഇനി അതേപോലെ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്തായിരുന്നു? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ക്രോസ് ഡി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി ക്രോസ് ബി ഇന്റർസെക്ഷൻ ഡി. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ക്രോസ് ബി ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ ബി ക്രോസ് ബി ഇന്റർസെക്ഷൻ എ. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. ഇനി നമുക്കൊരു റിസൾട്ടും കൂടി. സോ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് സി ആണ് എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സി ആയിരിക്കും. അപ്പോൾ ഇത്ര റിസൾട്ടുകളാണ്. ഫസ്റ്റ് വൺ എ ക്രോസ്. ഇഫ് എ ആൻഡ് ബി ആർ എ ബി സി ആർ 3 നോൺ-എംപ്റ്റി സെറ്റ്സ്, ദെൻ എ ക്രോസ് ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ക്രോസ് ഡി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി ക്രോസ് ബി ഇന്റർസെക്ഷൻ ഡി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ക്രോസ് ബി ഇന്റർസെക്ഷൻ എ. A cross B intersection C is equal to A cross B intersection A cross C. If A cross B is equal to A cross C, that implies B is equal to C. Okay. ഇനി നമ്മൾ എ ക്രോസ് എ എന്നുള്ളത് കണ്ടായിരുന്നല്ലോ. എ ക്രോസ് എ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് 2 ഡയമെൻഷനിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ എ ക്രോസ് എ കണ്ടുപിടിക്കാനുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം എടുക്കുകയാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 0 സെറ്റ് ആണെങ്കിൽ ഫോം ദി സെറ്റ് എ ക്രോസ് എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ ക്രോസ് എ ഈസ് ഈക്വൽ 0 1 ആകുമ്പോൾ ആദ്യം നമ്മൾക്ക് എന്ത് കാണാം? എ ക്രോസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണാം. എ ക്രോസ് എ ആദ്യം എ ക്രോസ് എ കണ്ടുപിടിക്കാം. എ ക്രോസ് എ നമുക്കറിയാം 0 0 0 1.
പിന്നെ 1 0 1 1. ഇതാണ് നമ്മുടെ എ ക്രോസ് എ. ഇനി എ ക്രോസ് എ ക്രോസ് എ. അപ്പോൾ എങ്ങനെ ആദ്യം 0 0 0 ആയിട്ടല്ലേ, 0 0 0 0 0 1. പിന്നെ അടുത്ത് എന്താണ് 0, അടുത്തത് 0 1 എടുക്കാം. 0 1 0 0 1 1. മനസ്സിലായോ? ആദ്യം 0 0 0 ആയിട്ട്, അപ്പോൾ 0 0 0 വന്ന്. ഇനി 0 0 പിന്നെ 1 ആയിട്ട്, അപ്പോൾ 0 0 1 വന്ന്. ഇനി അടുത്തതോടെ ഒരു പേര് എടുക്കാം. 0 1 0 ആയിട്ട്, അപ്പോൾ 0 1 0. പിന്നെ അടുത്ത് എന്താണ് 0 1 1. ഇനി അടുത്തത് എന്താണ് 1 0 0 1 0 1 1 0 1. നെക്സ്റ്റ് 1 1 0 1 1 1. ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എക്സസൈസിന് മുൻപുള്ള തിയറി പാർട്ടുകളും കുറച്ച് പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റത്തെ എക്സസൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സസൈസിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.